ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആ ഗോതമ്പ് പൊടിയിലൂടെ ഒരു അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഏകദേശം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുകയല്ലേ, അതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. കുറച്ചും കൂടെ ഒരു ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു വെള്ളമയത്തോട് കൂടി തന്നെ കുഴച്ചെടുക്കുക. ഏകദേശം ഇതേപോലെ തന്നെ കുഴച്ചെടുക്കുക. അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം കേട്ടോ. പിന്നീട് നമ്മൾ പൊടി അളന്നെടുത്ത കപ്പിൽ 3 കപ്പ് വെള്ളം ആ മാവിലോട്ട് ഒഴിക്കുക. ആ മാവ് മുങ്ങത്തക്ക രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട് കേട്ടോ. 3 കപ്പോളം വെള്ളം ഞാൻ അതിലോട്ട് ചേർത്ത് ഏകദേശം 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. എങ്കിൽ മാത്രമേ ആ മാവ് നന്നായിട്ട് പിഴിയുമ്പം അതിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടത്തുള്ളൂ, പാല് പോലത്തെ വെള്ളം കിട്ടത്തുള്ളൂ. പിന്നീട് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഒരല്പം വെള്ളവും ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് ആ പാലൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ആ പാലൊന്ന് മാറ്റി വെക്കുക. പിന്നീട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷമുള്ളതാണിത്. ഒരു പാത്രത്തിലോട്ടാക്കി മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് മാവ് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇതേപോലെ നല്ലതായിട്ടൊന്ന് ഞെരടിയെടുക്കുക. ഞെരടിയെടുത്തതിന് ശേഷം അത് ഏകദേശം നന്നായിട്ട് ആ മാവിൻ്റെ പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം അതിൽ പിഷിട്ട് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഏകദേശം 3 പ്രാവശ്യത്തോളം അരിച്ചെടുത്തതിന് ശേഷമുള്ളതാണിത്. എങ്കിൽ മാത്രമേ അതിലെ പിഷിടുകൾ നന്നായിട്ട് പോവുകയുള്ളൂ. അതാണ് നല്ലപോലെ അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് നമ്മൾ അരിച്ചെടുത്ത പാല് അതിലോട്ട് ചേർക്കുക. അതായത് ഗോതമ്പ് പൊടിയുടെ പാല് അതിലോട്ട് ചേർക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് പതുക്കെ ഇളക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഇത് ഇളക്കാനായിട്ട്. പിന്നീട് മീഡിയം ഫ്ലെയിമിൽ, പിന്നീട് ഹൈ ഫ്ലെയിമിൽ, അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് കണക്ക് കേട്ടോ. പിന്നീട് ഒരു 1/4 കപ്പ് കോൺഫ്ലവറും ഒരല്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പിന്നീട് ഏകദേശം നമ്മുടെ ഗോതമ്പിൻ്റെ ആ മാവ് നന്നായിട്ടൊന്നൊരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കുറുക്കം കുറുകിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര അതിലോട്ട് ചേർക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പിന്നീട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല് അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണേ. നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ചെറിയൊരു തിക്നെസ് വന്നിട്ടുണ്ട്. പിന്നീട് നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന കോൺഫ്ലവറില്ലേ അതിലോട്ട് ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 5 ഏലക്ക ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. ആ പൊടിച്ചെടുത്ത് അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പിന്നീട് ഒരു 3.5 സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിൽ. നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചും ഒരു ടേസ്റ്റിന് വേണ്ടിയും കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നതുകൊണ്ടും ഞാനൊരല്പം നെയ്യാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് നമ്മുടെ കൂട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നീട് കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ സൂപ്പർ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഒരല്പം സൂപ്പർ റെഡ് കളറ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കളറില്ലാതെ വേണമെങ്കിലും ഇത് റെഡിയാക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് കളർ യോജിപ്പിക്കുക. ഏകദേശം ആ പാനിൽ നിന്നെല്ലാം നന്നായിട്ടൊന്ന് വിട്ട് വരുന്ന പാകമാണ് അതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ. പിന്നീട് ഒരു 1/2 ടീസ്പൂണോളം കറുത്ത എള്ള് അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷമുള്ളതാണ് അത്. പിന്നീട് ഇതിൽ കിസ്മിസോ നട്ട്സോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. നമ്മുടെ മധുരം ഒന്ന് ലെവൽ ചെയ്യാനായിട്ട് ഒരു അല്പം ഉപ്പ് ചേർത്തത് കേട്ടോ.
പിന്നീട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രത്തിലുള്ള 1 സ്പൂണ് നെയ്യ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ആ പാത്രത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു നെയ്യ്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലുള്ള പാത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രത്തിൽ വേണമെങ്കിൽ ഇത് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് അതിലോട്ട് ചേർക്കുക. നെയ്ക്ക് പകരം ബട്ടർ പേപ്പർ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഏകദേശം നമുക്കതൊന്ന് ലെവൽ ചെയ്യാം. കറക്റ്റ് ലെവലാകാനായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കറക്റ്റ് ലെവലാകാനായിട്ടാണ് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 8 മണിക്കൂറിന് ശേഷം എടുത്തതാണ് ഇത്. നന്നായിട്ട് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ച് സ്റ്റിക്ക് ഉപയോഗിച്ച് ജസ്റ്റ് സൈഡ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് അത് നമുക്ക് റിമൂവ് ചെയ്യാം. അതിൽ നിന്ന് കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്, കറക്റ്റ് ഷേപ്പിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പം തന്നെ വളരെ സോഫ്റ്റാണ്, വളരെ സിമ്പിളുമാണ് കേട്ടോ ഈ റെസിപ്പി. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ കളർ കൊണ്ട് തന്നെ ഇഷ്ടപ്പെടും. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റാണ്, വായിലിട്ട പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ എങ്കിലും കണ്ടിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ സ്വീകരിച്ചതിന് ശേഷം തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ, താങ്ക് യു.